ഫ്രണ്ട്സ്, ഏഞ്ചൽ വിങ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ബിരിയാണിയാണ്. ബിരിയാണി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമായി നമ്മൾ അതിനു വേണ്ടി റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ നമ്മൾ ജീരകശാല അരിയാണ് അതിനായിട്ട് എടുക്കുന്നത്. അരി നന്നായി കഴുകിയെടുക്കുക. അരി വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട എന്നിവ ചേർക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കാൻ മറക്കരുതേ. വെള്ളം വറ്റുന്നത് വരെ കാത്തിരിക്കാം. അരി ഏകദേശം വെന്ത് വന്നാൽ നമുക്ക് റൈസ് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കിയെടുക്കാം. പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നെയ്യും ചേർക്കാം. ശേഷം ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട എന്നിവ ചേർത്ത് മൂപ്പിക്കാം. ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ മുൻപേ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പൈസസ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൂത്തതിന് ശേഷം സവാള ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് പച്ചമുളക് ചതച്ചത്, തക്കാളി എന്നിവ ചേർക്കാം. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാൻ മറന്നു പോകരുതേ. നന്നായി വഴറ്റിയതിന് ശേഷം ബീൻസ്, ക്യാരറ്റ്, സോയ ചങ്ക്സ് എന്നിവ ചേർക്കാം. അല്പനേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം അതിലേക്ക് നമ്മൾ മുൻപേ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ ഗ്രീൻ പീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഐറ്റമായ ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. അവസാനമായി നമുക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് നമ്മുടെ മസാല റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീക്ക് വരുന്നത് വരെ ബൈ.